അങ്ങനെയല്ല, ഹണി റോസിനെ വിമർശിക്കണം. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം, സോഷ്യൽ ഓഡിറ്റ് ഉയരണം. പക്ഷെ ഹണി റോസിന്റെ സഭ്യതയെ അതിർവനം ലംഘിക്കുന്നതല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദയവായി ശ്രദ്ധിക്കണം. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ സാരിയെ അല്ല. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ ശരീരത്തെ അല്ല. ഹണി റോസ് എടുക്കുന്ന നിലപാടുകളെ ആക്രമിക്കണം, ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല. ഹണി റോസ് എന്ന രാഹുൽ ഈശ്വർ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്കെതിരെ വലിയ ആരോപണമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത്. അവർ നിയമനീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ഹലോ ശ്രീ രാഹുൽ ഈശ്വർ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാമോ? ഹണി റോസ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്ന ആക്ഷേപം വലിയ ആരോപണമാണ്, കടുത്ത മാനസിക സമ്മർദ്ദമാണ്. അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങളുടെ എല്ലാം ഉത്തരവാദി താങ്കളാണ്. താങ്കൾക്കെതിരെ വലിയ നിയമ നീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല. രാമപിള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എൻ്റെ ഇല്ല. അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ പറയുക യോജിക്കുന്നു. ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന, എന്നുമുള്ള അഭ്യർത്ഥന, ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ്. ഹണി റോസ് നല്ല കലാകാരിയാണ്. പക്ഷെ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ എത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം, സംശയമില്ല. ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം വിമർശനം ഉണ്ടായിട്ടുണ്ട്, 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെ, ഹണി റോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ, കാര്യം അവരിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ്, അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും വിരോധമില്ല. വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഇനി ചുമ്മാ പറയുന്നതല്ല, അതായത് ചുമ്മാ ഒരു സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല. ഹണി റോസിനെയും ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഹണി റോസിനെ അടക്കം ഹണി റോസിന്റെ കുടുംബത്തെ കുറിച്ച് ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഡിയലും ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ്. പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, രാഹുൽ ഈശ്വർ അല്ല. രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഈ വിമർശനങ്ങളെ ക്രോഡീകരിച്ച് സമൂഹത്തിൽ സഭ്യമായി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രാഹുൽ ഈശ്വർ, താങ്കൾ അത് പറയുമ്പോഴും താങ്കളുടെ വാദങ്ങളെ ആയുധമാക്കി, ഒരുപക്ഷെ താങ്കൾ നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൂടിയും ആയുധമാക്കി സമൂഹ മാധ്യമങ്ങളിൽ അത് ഹണി റോസിനെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും തിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പരോക്ഷമായെങ്കിലും അതിന് ഉത്തരവാദിയല്ലേ? അല്ല, അങ്ങനെയല്ല. ഹണി റോസിനെ വിമർശിക്കണം. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം, സോഷ്യൽ ഓഡിറ്റ് ഉയരണം. പക്ഷെ ഹണി റോസിന്റെ സഭ്യതയെ അതിർവനം ലംഘിക്കുന്നതല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദയവായി ശ്രദ്ധിക്കണം. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ സാരിയെ അല്ല. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ ശരീരത്തെ അല്ല. ഹണി റോസ് എടുക്കുന്ന നിലപാടുകളെ ആക്രമിക്കണം, ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല. ഹണി റോസിന്റെ കുടുംബത്തെ ഒരു കാരണവശാലും ഒന്നും പറയുന്ന കാര്യത്തിൽ ആർക്കും ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ആഭാസം പറയുന്നുണ്ടെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. ഹണി റോസ് ഒരുപക്ഷെ ഈ വിഷയത്തിലായിരിക്കാം ഇത്രയും വിമർശനം കേട്ടത്. എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ ദിവസവും ചീട്ടുകൾ കേൾക്കുന്ന എനിക്ക് ഹണി റോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും. അതുകൊണ്ട് ഹണി റോസിന് ഐക്യദാർഢ്യമുണ്ട്. പക്ഷെ അത് ആഭാസം പറയുന്നവർക്കെതിരെ, അസത്യം പറയുന്നവർക്കെതിരെ ആയിരിക്കണം. വിമർശനം വേറെ, അസത്യം വേറെ. ഈ ആഭാസം പറയുന്നവർക്ക് വഴിമരുന്നിടുന്നതായിരുന്നില്ലേ താങ്കളുടെ ആദ്യ ദിവസത്തെ പ്രസ്താവന? അവരുടെ വസ്ത്രധാരണ രീതിയെ പരാമർശിച്ചത് പരസ്യമായി താങ്കൾ തന്നെയല്ലേ? ആഭാസം പറയുന്നവർക്ക് വഴിമരുന്നിടുന്നത് ആ വസ്ത്രമല്ലേ സാർ? രാഹുൽ ഈശ്വർ എന്ന വസ്ത്രം കാരണമാണോ ഹണി റോസിനെതിരെ വിമർശനം ഉണ്ടാകുന്നത്? ഹണി റോസ് ഇടുന്ന വസ്ത്രം കാരണമല്ലേ? ഹണി റോസ് ഇടുന്ന കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റൂ? ഹണി റോസിനെതിരെ വിമർശനം വരുന്നത് അവരുടെ വസ്ത്രധാരണം കാരണമാണെന്ന് ഞാൻ പറഞ്ഞത് ഇത് രാവിലെയാണ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ലേ ഉള്ളൂ. ഹണി റോസിനെ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത്. പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. ടിപ്പ് ബർസാ പാനിയിൽ നമ്മുടെ രവീന എങ്ങനെ ഉടുക്കണമെന്നാണ് താങ്കൾ പറയുന്നത്?
സാർ ഞാനൊരു കാര്യം ഏറ്റവും ബഹുമാനപരിസ്ഥിതി ചോദിച്ചോട്ടെ, അങ്ങക്ക് കണ്ണില്ലേ? അങ്ങക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത് എന്തേ എന്ന് തോന്നാത്ത ഒരു മലയാളി പോലും ഇല്ല. നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ. താങ്കളും ഞാനും കൂടി കണ്ണടച്ചു പിടിച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ, ലോകത്തിന് ഇരുട്ടാവില്ലല്ലോ. അതുകൊണ്ട് ഹണി റോസ് എന്ന കലാകാരിയെ ഇനിയും മലയാള സിനിമ കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ അവർക്ക് നല്ല റോളുകളും അവാർഡും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു. ഹണി റോസിനെ ഒരു വരി കൂടെ പറയാം. ഹണി റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണെന്ന് പറയണം. വളരെ പോസിറ്റീവായ കോംപ്ലിമെന്റ് ആണ്. ഹണി റോസിന്റെ പുതിയ സിനിമ വരുന്നു എന്ന് പറഞ്ഞു റേച്ചൽ. ആ റേച്ചൽ സിനിമയെ നമ്മൾ പോയി കണ്ട് നല്ലതാണെങ്കിൽ പ്രശംസിക്കണം, ചീത്തയാണെങ്കിൽ വിമർശിക്കണം. ഹണി റോസ് ഒരു പബ്ലിക് പേഴ്സണാലിറ്റി അല്ലേ? ആ പബ്ലിക് പേഴ്സണാലിറ്റിയോട് കുറച്ച് വിമർശനങ്ങൾ വരുന്നത് അവർക്ക് അസഹിഷ്ണുതയോടെ നേരിട്ടിട്ട് കാര്യമുണ്ടോ? പബ്ലിക് മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ചില കഴിഞ്ഞ ഹണി റോസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അമല പോളിനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അമല പോളിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്കൾ ഇപ്പോൾ ഈ പരാമർശിച്ച വാക്കിൽ തന്നെ ഏറ്റവും വലിയ സൈബർ ബുള്ളിങ്ങിന് സാധ്യതയ്ക്ക് വഴിവെക്കുന്നതല്ലേ? താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് മറ്റൊരു വ്യക്തി പൊതുസമൂഹത്തിൽ സാരി ഉടുക്കേണ്ട രീതിയിൽ തെറ്റുണ്ട്, ഇങ്ങനെയല്ല സാരി ഉടുക്കേണ്ടതെന്ന് മറ്റൊരാളോട് പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് എവിടെ ഉണ്ടാകും? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് വലിയ സൈബർ ഇടത്താണ്. ആ സൈബർ ഇടത്ത് ഇതൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെട്ട് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള സാധ്യത താങ്കൾ എന്തുകൊണ്ട് അറിയുന്നില്ല? വീണ്ടും വീണ്ടും ഇത് താങ്കൾ ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്? സാർ, ആ വീണ്ടും വീണ്ടും ആ വസ്ത്രം ഇടുന്നതുകൊണ്ട് ഞാനാണോ, രാഹുൽ ഈശ്വറാണോ ഇത് പറയുന്നത്? ഹണി റോസ് വരുമ്പോൾ എടുക്കുന്ന വൾഗർ ആംഗിളുകളും വൾഗർ ക്യാമറ കണ്ണുകളും മോശകരമായ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ? അതിനെ ഏറ്റവും സഭ്യമായി മര്യാദയോടുകൂടി പൊതിഞ്ഞു കെട്ടി പറയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഹണി റോസിനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും ആഗ്രഹവുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ആർക്കും ആരെയും എന്താ പറയണേ, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ത് ചെയ്താലും അവരെ വിമർശിക്കാൻ പാടില്ല. നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് താങ്കളുടെ നിലപാട് കൊണ്ടാണ് സുഹൃത്തെ സംശയം ഉണ്ടാവുന്നത്. കാരണം താങ്കളുടെ കണ്ണിലൂടെ സമൂഹത്തെ കാണാൻ ശ്രമിക്കുകയാണ്. അതല്ലേ അതിന്റെ യഥാർത്ഥ പ്രശ്നം? സമൂഹത്തിന്റെ കണ്ണിലൂടെയല്ലേ ഹണി റോസിനെ കാണുന്നത്? ഇത് ഞാൻ ഒരു കാര്യം അങ്ങ് നെഞ്ചിൽ കൈവച്ച് പറയണം, വേറെ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ല. ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് അങ്ങേക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് പറയാനുള്ള ബൗദ്ധിക കപടത അങ്ങേക്കുണ്ടോ? അയ്യോ ഇല്ല, അയ്യോ എന്താ ഹണി റോസിന്റെ പ്രശ്നം, ഞാൻ കണ്ടു, എനിക്ക് ഡ്രസ്സൊന്നും കണ്ടു തോന്നിയില്ല എന്ന് പറയാനുള്ള സത്യസന്ധത ഇല്ലായ്മ അങ്ങേക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.